എൻ്റെ പേര് റിയാസ്. LKG-യിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ട് മൺകുടങ്ങൾ. ഒരിക്കലൊരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ലവനും അധ്വാനിയുമായിരുന്നു. അദ്ദേഹത്തിന് വെള്ളം കോരാൻ രണ്ട് മൺകുടങ്ങളുണ്ടായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം പുഴയിൽ പോയി ഈ രണ്ട് മൺകുടങ്ങളിലും വെള്ളം നിറച്ച് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം വെള്ളം കോരുന്നതിനിടയിൽ ഒരു മൺകുടം പൊട്ടി അതിന് വിള്ളലുണ്ടായി. അതിനുശേഷം കൃഷിക്കാരൻ കോരിയെടുക്കുന്ന വെള്ളം മുഴുവൻ ഈ പൊട്ടിയ കുടത്തിന്റെ ഉള്ളിലേക്കൂടെ പോകുമായിരുന്നു. വീട്ടിലെത്തുമ്പോൾ വെറും അരക്കുടം വെള്ളം മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൊട്ടാത്ത മൺകുടം ഈ പൊട്ടിയ കുടത്തെ എപ്പോഴും കളിയാക്കായിരുന്നു. നീ പൊട്ടിയതാണ്, നിന്നെ കൊണ്ട് ഈ യജമാനും ഒരു ഉപകാരമില്ല. അധികം വൈകാതെ യജമാനൻ നിന്നെ കളയും. എന്നെ കൊണ്ടാണ് യജമാനന് കൂടുതൽ ഈ പൊട്ടിയ കുടത്തിന് ഒരുപാട് തട്ടം വന്നു. പക്ഷേ ഈ പൊട്ടിയ കുടത്തെ കൃഷിക്കാരൻ കളഞ്ഞില്ല. ഒരുപാട് ദിവസം അതിന് തന്നെ വെള്ളം കോരി. ഒരു ദിവസം അദ്ദേഹം വെള്ളം കോരിക്കൊണ്ട് പോകുമ്പോൾ പൊട്ടിയ കുടം അദ്ദേഹത്തിനോട് പറഞ്ഞു, യജമാനെ, എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമില്ലല്ലോ. നിങ്ങൾ തന്നെ പകുതിയുള്ളതിനെ വാഴയ്ക്ക് കളയാണ്. എന്നെ കണ്ടിട്ട് വേറെ വാങ്ങിയാലും അത് കൃഷിക്കാരൻ പറഞ്ഞു, ആര് പറഞ്ഞു നിന്നെ കൊണ്ട് എനിക്ക് ഉപകാരമില്ലെന്ന്? നീ വഴിയിലേക്കൊന്ന് നോക്കിക്കേ, എന്തുമാത്രം ചെടികളും പൂക്കളും പച്ചക്കറികളുമാണ് ഇവിടെ അവിടെ നിന്ന് നിൽക്കുന്നത്. നിന്റെ ഉള്ളിൽ കൂടെ പാരായിട്ട് പോകുന്ന വെള്ളം എല്ലാം ഈ ചെടികളിലേക്ക് വീണാണ്. ഇതെല്ലാം തുളകളാണ്. അത് കേട്ട് അതുകൊണ്ട് നീയാണ് എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത്. അത് കേട്ട പൊട്ടിയ കൊടുത്ത് ഒരുപാട് സന്തോഷമായി. ഇതെല്ലാം കേട്ട പൊട്ടാത്ത കൂടെ കാണിച്ചു തന്നെ ജനിച്ചു. പൊട്ടിയ കൊടുത്ത് സമയം ചോദിച്ചു,